ഹലോ കൂട്ടുകാർ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസിൽ നമുക്ക് സ്റ്റാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ സ്റ്റാർ ആട്ടോ ഇത്. കൊള്ളാമോ? ഞാൻ തന്നെ ഉണ്ടാക്കിയത്. ഇങ്ങനെ കേട്ടോ, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇവിടെ കളർ പേപ്പറും ഉണ്ട്, ഒരു യെല്ലോ കളർ പേപ്പറുണ്ട്. സ്റ്റാർ ഞാൻ ഉണ്ടാക്കി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കാം. എനിക്ക് A4 ഷീറ്റ് ഇല്ലാത്ത ഇവിടെ ബോർഡറൊക്കെ ഉള്ളൊരു പേപ്പറായിട്ട് എടുത്തേക്കുന്നത്. ഇതിനി ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കി കൊടുക്കണം. നമുക്കിത് ഇങ്ങനെ അങ്ങോട്ട് ആക്കിയിട്ട് ഈ അടിഭാഗം ഇവിടെ കീറി കൊടുക്കണം. ഇങ്ങനെ പേപ്പർ നമ്മൾ ഇങ്ങനെ മടക്കി, പിന്നെ ഇങ്ങനെ മടക്കി നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. നമ്മൾ ഇങ്ങനെയാണ് മടക്കേണ്ടത്. ഇങ്ങനെ വയ്ക്കണം. അപ്പോൾ ഈ കിടക്കൊരു വരയാണ്. ഇനി ഇങ്ങോട്ട് ഇങ്ങനെ മടക്കാം. ചൊവ്വിന് നോക്കിക്കോ. ഇങ്ങനെ എഴുതുന്ന പേപ്പർ ഇങ്ങനെ മടക്കും. മനസ്സിലാവുന്നല്ലോ ഞാൻ പറയുന്നത്. ഈ കാര്യം എനിക്ക് അറിഞ്ഞത് മനസ്സിലാവുമെന്ന്. എന്നിട്ട് അതേ കിടക്കാണ്ട് അപ്പുറത്തെ ഭാഗം ഇത് രണ്ടും ഇങ്ങനെ മടക്കി. ഓക്കെ, ഇനി ഈ ഭാഗം നമുക്ക് അകത്തോട്ട് മടക്കണം. മൊത്തം മടക്കാനൊക്കെ മാത്രമുള്ള ഇങ്ങനെ മടക്കണേ. ഇങ്ങനെ മടക്കിയ ശേഷം നമ്മൾ ഇത് മടക്കിയില്ലേ, ഇത് രണ്ടും മടക്കി അടക്കണേ. ഈ ഭാഗം അങ്ങനെ മടക്കണേ. അങ്ങനെ കണ്ടോ, ഇതേ കണക്കിന് ഇപ്പുറത്തും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാറിൻ്റെ ഈ ഭാഗം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. പിന്നെ നമുക്ക് പശ എടുക്കാം. അതാണ്ട് സൂക്ഷിച്ച് നോക്കിക്കോ, തെറ്റായിട്ട് ഒട്ടിക്കല്. നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ഹോള് കാണും, നമ്മൾ നോക്കാൻ ഇവിടെ നമ്മൾക്ക് പശ ഒട്ടിച്ച് കൊടുക്കാമേ. പശ തേച്ചു. ഇവിടെ ആട്ടോ പശ തേച്ചത്. പശ ഇവിടെ തേച്ചു. അപ്പുറത്തും ഇങ്ങനെ ഉണ്ട്. നമ്മൾ മടക്കി കൊടുത്ത് പശ തേച്ചെടുത്ത് അങ്ങനെ മടക്കി കൊടുത്തു. അപ്പോൾ അവിടെ ഒട്ടിയേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പം ഇങ്ങനെ കിട്ടുന്നത് ഇങ്ങനെ സിമ്പിളാണ് അത് ചെയ്യാൻ. ഇങ്ങനെ കിട്ടും. കിട്ടുന്നത് നേരെ ഇങ്ങനെ അങ്ങോട്ട് ആക്കാം. ഓക്കെ, ഇത് ചെയ്യാൻ ഞാൻ നോക്കിയിട്ട് സിമ്പിളാണേ. അപ്പോൾ ഇങ്ങനെ മടക്കാം. ഇതേ കണക്കിന് ആറ് ലെയേഴ്സ് ശരിയാക്കാം. ഇതേ കണക്കിന് 6 ലെയേഴ്സ് ചെയ്യുന്നത്. അതേ കണക്കിന് മടക്കുക, പിന്നെയും മടക്കുക. പറഞ്ഞ് മനസ്സിലായല്ലോ? മനസ്സിലായിക്കാണ്. അപ്പം പറഞ്ഞ കണക്കിന് മടക്കാം. പിന്നെ അതേ കണക്കിന് പശ ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ 6 ലെയേഴ്സ് ഉണ്ടാക്കണം. ഓക്കെ, അങ്ങനെ ലാസ്റ്റത്തും ചെയ്ത് കഴിഞ്ഞാൽ പശ ഒട്ടിക്കുവാണേ. ഇത് നമ്മൾ പശ ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പം നമ്മുടെ സ്റ്റാറിൻ്റെ ഹാഫ് മേക്കായി കഴിഞ്ഞു. ആദ്യ ഭാഗം മേക്കായി കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതിയേ. അപ്പം നമ്മൾ ഇത്രയും സാധനം ഉണ്ടാക്കി. ഇത്രയും 6 ലെയേഴ്സ് നമ്മൾ ശരിയാക്കി. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഒരു ലെയർ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ ലെയർ എടുക്കുക. അതിൻ്റെതായ ഇവിടെ ഒന്ന് പശ തേച്ചിട്ട് കൊടുക്കുക. അവിടെ നിന്ന് പശ തേച്ച് കൊടുക്കുക. ഇനി അതിലോട്ട് അടുത്ത ലെയർ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അതേ കണക്ക് തന്നെ ഈ ഫുള്ള് ലെയറിനകത്ത് ഒട്ടിക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ഒട്ടിച്ച് നമുക്ക് ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ റെഡിയാവേ. പശ എടുത്തു. നമുക്ക് ലാസ്റ്റത്തെ ഈ ലെയറിലൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഞെക്കി കൊടുക്കട്ടെ പശയിലോട്ട് നിർത്താനായിട്ട്. നമ്മളിത്
തുറക്കുമ്പോഴേക്ക് എല്ലാം കൂടി ഊരി വരും. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പ്ലസ് ചെയ്ത് കൊടുക്കുക. നമുക്കത് തുറക്കാൻ വെയിറ്റ് ചെയ്യേ. ഇനി നമുക്ക് തുറന്ന് നോക്കാമേ. കണ്ടോ, നമ്മൾ ഉണ്ടാക്കിയ സ്റ്റാർ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സ്റ്റാർ ഇങ്ങനെ തുറന്നാൽ മതി. അപ്പോൾ നമ്മുടെ സ്റ്റാർ റെഡിയായേ. കണ്ടോ, നമുക്ക് ഇഷ്ടപ്പെട്ട അതൊന്ന് ജസ്റ്റ് ഇവിടെയും കൂടി ഒന്ന് പശ ഒട്ടിച്ച് കൊടുക്കാമേ. അവിടെയും കൂടി പശ ഒട്ടിച്ച് കൊടുത്തിട്ട് ഒന്നാക്കാൻ പറ്റും. പശ ഒട്ടിച്ച് കൊടുത്തു. പിന്നെ കറക്റ്റ് ഇവിടെ ഒന്ന് പ്ലസ് ചെയ്യുക പശ ഒന്ന് ഒട്ടാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡിയാകും. കണ്ടോ, ഞാൻ ഉണ്ടാക്കിയ സ്റ്റാർ. ഇനി നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും സ്റ്റിക്കർ കണക്കെല്ലാം ഒട്ടിക്കണമെങ്കിൽ ഒരു പേപ്പറിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഇവിടെ ഒട്ടിച്ചിട്ട് വല്ലതും ചെയ്താൽ മതി. അപ്പം ഈ സ്റ്റാർ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ തോന്നി. അപ്പം ഞാൻ ഇവിടെ ഒരു ക്രിസ്മസിൻ്റെ തൊപ്പി ഒന്ന് ഒട്ടിച്ച് കൊടുത്തു. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. ഞാൻ പെട്ടെന്ന് പോയി ഇതെല്ലാം പറഞ്ഞു കളയട്ടെ. നീ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഊട്ടി. ബൈ.